ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇന്ത്യൻ സമയം ഇന്ന് രാവിലെ 5:30. അതായത് എനിക്ക് തോന്നുന്നു അമേരിക്കൻ സമയം രാത്രി 8 മണി. അപ്പോൾ അതാണ് ഇറാന് അമേരിക്ക കൊടുത്തിരുന്ന അന്ത്യശാസനം എന്ന് പറയുന്നത്. നിങ്ങളൊരു കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ സിവിലൈസേഷൻ തന്നെ നശിപ്പിച്ചു കളയുമെന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്തത്. ഇന്നലെ രാത്രി നമ്മുടെ സാറ്റലൈറ്റ് മാധ്യമങ്ങളെല്ലാം വലിയൊരു ചാകര പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. കാരണം എന്തെങ്കിലുമൊക്കെ നടക്കും. പോരാത്തതിന് ആണവായുധം പ്രയോഗിക്കാനുള്ള നീക്കം പോലും ഉണ്ടായി എന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതും എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ സ്വാഭാവികമായിട്ടും ട്രംപിന്റെ ഇത്രയും വലിയൊരു ഭീഷണി വന്ന സ്ഥിതിക്ക് ഉറപ്പായിട്ടും ആണവായുധമായിരിക്കാം ഇറാനിൽ പ്രയോഗിക്കാൻ പോകുന്നത് എന്നുള്ള അഭ്യൂഹത്തിലായിരുന്നു പല പാശ്ചാത്യ മാധ്യമങ്ങളും. പക്ഷെ ഇന്ന് രാവിലെ കണ്ണും ഞെരടി എണീച്ച മാധ്യമങ്ങൾ എല്ലാം തന്നെ ഞെട്ടിപ്പോയി. കാരണം ഒരു വെടിനിർത്തലാണ് ഉണ്ടായത്. ട്രംപിന് ഇതിനകത്ത് നിന്ന് എങ്ങനെയെങ്കിലും ഊരിയേ മതിയാവൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ട്രംപ് ഭീഷണിപ്പെടുത്തുന്നത് ഉണ്ടയില്ലാത്ത തോക്കുകൊണ്ട് വെടിവെക്കുന്നത് പോലെയാണ്. കാരണം ഭീഷണി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ട്രംപിന് ഇല്ല എന്നുള്ളതാണ്. ഈ യുദ്ധത്തിൽ ഏത് തട്ടിലിട്ട് തൂക്കി നോക്കിയാലും ഇറാന്റെ തട്ട് താണു തന്നെ ഇരിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായിട്ട് യുദ്ധത്തിന് പോയപ്പോൾ ഒരു കരടിക്കുട്ടിയെ കെട്ടിപ്പിടിക്കുന്നത് പോലെ ആയിപ്പോയി. കാരണം പിടിവിടാനും പറ്റില്ല, ഇതിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കാനും പറ്റത്തില്ല. പിടിവിട്ടാൽ ഇത് ആക്രമിക്കും, എന്നാൽ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കാനും പറ്റത്തില്ല, കരടിയാണ്. അതുപോലെ ആയിപ്പോയി പ്രസിഡന്റ് ട്രംപിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം രാവിലെ എണീച്ചപ്പം ഒരു നല്ല വാർത്ത, വെടിനിർത്തൽ, മാർക്കറ്റ് ഉണർന്നു, ഓഹരി വിപണികളെല്ലാം കുതിച്ചുയർന്നു, സ്വർണം വെള്ളി നിരക്കുകൾ വർദ്ധിച്ചു. നല്ല വാർത്തയായിരുന്നു. ഞാനും സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. അപ്പോൾ സമാധാന കരാർ, എങ്ങനെയെങ്കിലും ഈ സമാധാന കരാർ വന്നല്ലോ, സന്തോഷം എന്നുള്ള രീതിയിൽ ഡൊണാൾഡ് ട്രംപ് നമ്മുടെ പഞ്ചാബി ഹൗസിലെ കൊച്ചിൻ ഹനീഫയെ പോലെ ഫയൽമാൻ ജയിച്ചേ എന്ന് പറഞ്ഞ് ഇത് ചരിത്രപരമായിട്ടുള്ള അമേരിക്കയുടെ വിജയമാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. ഞങ്ങളുടെ വിരലുകൾ ഇപ്പോഴും ട്രിഗറിലാണ്, അത് നിങ്ങൾ മറക്കരുത്. വെടിനിർത്തലൊക്കെ വന്നു എങ്കിലും ട്രിഗറിൽ ഇരിക്കുകയാണ് ഞങ്ങളുടെ വിരലുകൾ എന്ന് പറയുന്നു. ഹോർമൂസ് കടലെടുക്ക്, അത് നിങ്ങൾ എടുത്തോ, കുഴപ്പമില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, മുജ്തബ ഖമേനിയുടെ ആദ്യ പ്രസ്താവന വന്നു, നല്ല ശക്തമായിട്ടുള്ള പ്രസ്താവനയായിരുന്നു മുജ്തബ ഖമേനിയുടേത്. പോരാത്തതിന് ഇത് ചരിത്രപരമായിട്ടുള്ള വിജയമെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഇത് അതായത് ഞാൻ ഈ ഇറാനുമായിട്ട് യുദ്ധം ചെയ്ത കാലഘട്ടം എന്ന് പറയുന്നത് ഒരു സുവർണ കാലഘട്ടമാണ്, ഇത് അമേരിക്കയുടെ സുവർണ ലിപികളിലാണ് എഴുതി ചേർക്കാൻ പോകുന്നത് എന്നും ഡൊണാൾഡ് ട്രംപ് പറയുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോ ബിചേട്ടാ, ഈ വെടിനിർത്തൽ വന്ന സാഹചര്യത്തിൽ യുദ്ധം അവസാനിച്ചോ എന്നുള്ളതാണ് എന്റെ ചോദ്യം എന്ന് പറയുന്നത്. പക്ഷെ ഇതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഈ യുദ്ധത്തിൽ നമ്മുടെ രാജ്യം എത്ര ഗംഭീരമായിട്ടാണ് പ്രവർത്തിച്ചത് എന്നുള്ള കാര്യം. കഴിഞ്ഞ ദിവസം ഇറാൻ ഇന്ത്യക്ക് നന്ദി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ ഈ യുദ്ധത്തിൽ ഏറ്റവും അധികം ബാധിക്കപ്പെടേണ്ട ഒരു രാജ്യമായിരുന്നു നമ്മുടെ രാജ്യം ഇന്ത്യ എന്ന് പറയുന്നത്. എല്ലാ രാജ്യങ്ങളും, ലോകമെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങളും പെട്രോളിന് വില കൂട്ടിയപ്പോൾ ഇന്ത്യ പെട്രോളിന് ഒരു നയാ പൈസ പോലും കൂട്ടിയിട്ടില്ല എന്നുള്ളത് അത്ഭുതമാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരുവിധ നിർവാഹവുമില്ല. പോരാത്തതിന് രാജ്യത്ത് എസ്മ പ്രഖ്യാപിച്ച് 40% വ്യാവസായിക ഗ്യാസുകൾ തടഞ്ഞു. ഗാർഹിക ഉപഭോഗത്തിനായിട്ടുള്ള അടുക്കളയിലുള്ള ഗ്യാസുകളെല്ലാം തന്നെ ഉറപ്പുവരുത്തി. കരിഞ്ചന്ത പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ചു. പാകിസ്ഥാൻ അടക്കമുള്ള അയൽ രാജ്യങ്ങളിൽ സ്മാർട്ട് ലോക്ക്ഡൌണിലേക്ക് പോയപ്പോൾ നമ്മളിവിടെ IPL വേൾഡ് കപ്പ് ഒക്കെ കണ്ട് പോപ്കോണും കുറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സൗദി UAE വഴി പുതിയ ഗ്യാസ് പൈപ്പ് ലൈന് പദ്ധതി തയ്യാറാക്കി പ്രവർത്തനം തുടങ്ങി. ബംഗ്ലാദേശ്, മാലദ്വീപ് അടക്കമുള്ള നമ്മുടെ അയൽ രാജ്യങ്ങൾക്ക് ഇന്ധനം സപ്ലൈ ചെയ്തു. ഹോർമൂസിൽ എല്ലാ കപ്പലുകളും പകച്ചു നിന്നപ്പോൾ ഇന്ത്യൻ കപ്പലുകൾ പുഷ്പം പോലെ കയറി വന്നു. അതിന് ഇറാൻ അകമ്പടി സേവിച്ചു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇറാൻ നാവികസേനയുടെ കപ്പലിന് ഇന്ത്യ അഭയം കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇസ്രായേലിനോടൊപ്പമുള്ള പിന്തുണയും ഇന്ത്യ ഊട്ടി ഉറപ്പിച്ചു. പോരാത്തതിന് UN അമേരിക്കയ്ക്കെതിരെ ശബ്ദമുയർത്തി, ഇറാനെതിരെയും ശബ്ദമുയർത്തി. എന്തിനാണ് UAEയും ഗൾഫ് രാജ്യങ്ങളെയും ആക്രമിക്കുന്നത്, എന്നിട്ട് ഇറാനെതിരെ അവരെയും ചേർത്ത് നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവസാനം കഴിഞ്ഞ ദിവസം ഇറാൻ ഇന്ത്യക്ക് നന്ദി പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഈ വെടിനിർത്തൽ വരുമ്പോൾ നമുക്ക് ഇതും കൂടെ ഒന്ന് സൂക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം ഏറ്റവും ഭംഗിയായിട്ട് ഈ യുദ്ധത്തിൽ രാജ്യത്തെ ഡീൽ ചെയ്തത് നരേന്ദ്രമോദിയാണ്. എന്ത് തോന്നുന്നു ഈ വെടിനിർത്തലിനെ കുറിച്ച്? ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ട്രംപാണ്, അതുകൊണ്ട് ഈ വെടിപൊട്ടിക്കുന്നൊന്നും കേട്ടാലും കോൾമേര് കൊള്ളേണ്ട കാര്യമില്ല. രാവിലെ പറഞ്ഞ ആള് വൈകുന്നേരം ഇപ്പം ഇത് സംഭവിക്കും. ഞാൻ ഇന്നലെ നമ്മുടെ ഈ പരിപാടി കണ്ട പ്രേക്ഷകർക്ക് അറിയാൻ പറ്റും. അതിനകത്ത് ഞാൻ പലവട്ടം പറഞ്ഞു അദ്ദേഹം ഇത് തിരുത്തി പറയാൻ സാധ്യതയുണ്ട്, അങ്ങനെ സംഭവിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയുകയുണ്ടായി. എന്തായാലും ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു ഇതുകൊണ്ടായിരിക്കാം. ഏതായാലും ശരിക്കും പറഞ്ഞാൽ ഇറാൻ അമേരിക്ക കൂട്ടിക്കെട്ടുകയാണെന്ന് നമുക്ക് തെറ്റാതെ തന്നെ പറയാൻ പറ്റും. കാരണം അവരുടെ ഒരു പവർ, വിൽ പവർ എന്ന് പറയുന്നത്, നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞ ഇച്ഛാശക്തി ഭയങ്കരമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇസ്രയേലും ഒപ്പം തന്നെ അമേരിക്കയും മുന്നറിയിപ്പ് കൊടുത്തത് ഇറാന്റെ പാലങ്ങൾ, റെയിൽവേ പാളങ്ങൾ, ഒപ്പം തന്നെ അവരുടെ ഊർജ്ജ വിതരണ കേന്ദ്രങ്ങൾ, അതായത് പവർ സ്റ്റേഷനുകളെല്ലാം ഞങ്ങൾ അടിച്ചു കളയുമെന്ന് പറഞ്ഞു. ഇറാൻ ആഹ്വാനം ചെയ്തത് അവരുടെ ജനങ്ങളോടാണ്, നിങ്ങൾ അതിനെ അണിനിരക്കൂ, മനുഷ്യച്ചങ്ങല തീർക്കൂ, പട്ടം നിൽക്കൂ എന്ന് പറഞ്ഞു.
10,000-കണക്കിന് കുട്ടികൾ, സ്ത്രീകൾ, അവിടുത്തെ സിവിലിയൻസ് അവർ ഈ പാലങ്ങളിൽ അണിനിരക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇറാൻ സ്റ്റേറ്റ് മീഡിയ പുറത്തേക്ക് വിടുകയാണ് ഫസ്റ്റ് ചെയ്യുന്നത്. ഇതോടുകൂടിയാണ് ട്രംപ് അപകടം മണക്കുന്നത്. കാരണം അവിടൊക്കെ കൊണ്ട് ബോംബിടാൻ പോയി കഴിഞ്ഞാൽ നിരപരാധികളായിട്ടുള്ള ഈ കുട്ടികളും സ്ത്രീകളും അടക്കം 1000-കണക്കിന് പേർ കൊല്ലപ്പെടും. അങ്ങനെ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ ഇപ്പോൾ മിണ്ടാതിരിക്കുന്ന പല രാജ്യങ്ങളും ഒരുപക്ഷെ മിണ്ടിയെന്ന് വരാം. അത് ഭയങ്കരമായ ഒരു അമേരിക്കയിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഉണ്ടാകും, വലിയ പ്രതിഷേധം ഉണ്ടാകും. ഇങ്ങനെ അവർ നിൽക്കുന്നു എന്നുള്ള വാർത്ത പരക്കുമ്പോൾ തന്നെ അമേരിക്കയിൽ വലിയ പ്രതിഷേധം ഉണ്ടായിക്കഴിഞ്ഞു. അവർ പറയുന്നത് മനുഷ്യക്കുരുതി നടത്തരുത്, കൂട്ടക്കുരുതി നടത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എത്തുന്ന ഒരു സാഹചര്യം വന്നു. ഇതേ സമാനമായ രീതിയിൽ ഇന്നലെ UN-ല് ചൈനയും റഷ്യയും ചേർന്ന് ഈ അമേരിക്ക കൊണ്ടുവന്ന ആ ഒരു പ്രമേയത്തെ വീറ്റോ ചെയ്തു, അവിടെ അതിനെ ബ്ലോക്ക് ചെയ്തു. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഇവിടെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മൾ യുദ്ധത്തിന്റെ വാർത്തയായിരുന്നു, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഏത് നിമിഷം ഉണ്ടാകുമെന്നുള്ളത്. ഇവിടെ അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാനെ നമ്മൾ പ്രഷർ ചെയ്തോന്നൊരു സംശയം ഇവിടെ ഇല്ലാതില്ല. കാരണം ഈ ഇറാനിലേക്ക് വലിയ രീതിയിൽ ട്രംപ് ആക്രമണം കടുപ്പിക്കുകയാണെങ്കിൽ ഇതേ സാഹചര്യത്തിൽ പാകിസ്ഥാനിൽ കൂടെ ആക്രമണം വന്നാൽ ട്രംപിന്റെ അടിതെറ്റിപ്പോവും. കാരണം ഒരേ സമയത്ത് തങ്ങളുടെ വിവിധ സഖ്യകക്ഷികളെ രക്ഷിക്കണം, കാരണം ഗൾഫിലുള്ള സഖ്യകക്ഷികളെ രക്ഷിക്കണം, പാകിസ്ഥാനും കൂടെ രക്ഷിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ അവിടെ അഫ്ഗാനിസ്ഥാനും കൂടെ കയറി വരികയാണ് എന്നുണ്ടെങ്കിൽ എല്ലാ തരത്തിലും അക്ഷരാർത്ഥത്തിൽ പൂട്ടപ്പെട്ടു പോകും. അപ്പോൾ എനിക്ക് തോന്നുന്നത്, ഇത് എന്റെ ഒരു ഊഹം മാത്രമാണ്, ഇന്ത്യയെ കൊണ്ട് പാകിസ്ഥാന് വലിയ രീതിയിൽ ഒരു പ്രഷർ കൊടുപ്പിക്കുക, അതായത് സർവ്വസജ്ജമായി നിങ്ങളെ അടിക്കാൻ ഞങ്ങൾ പോകുന്നു എന്ന് പ്രഷർ കൊടുക്കുക. അതിന് സമാനമായ സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ സ്ഥിരാംഗമല്ല ഇന്ത്യ, വീറ്റോ പവറുള്ള അംഗമല്ല ഇന്ത്യ. വീറ്റോ പവറുള്ള ചൈനയും റഷ്യയും കൂടെ അത് വീറ്റോ ചെയ്യുന്നു. അതായത് എന്താ പറയുന്നത്, ട്രംപിന്റെ ഒളിഞ്ഞും തെളിഞ്ഞും എന്നുള്ള ശത്രുക്കളെല്ലാം കൂടെ കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു ട്രാക്കിലേക്ക് ട്രംപ് വന്ന് വീഴുകയാണ്. അതായത് പാകിസ്ഥാൻ വിളിക്കുന്നു, ട്രംപ് പറയുന്നു ഓക്കെയാണ് എന്ന് പറയുന്നു. പക്ഷെ അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ വന്നിരിക്കുന്ന ഇറാന്റെ പ്രസ്താവന എന്ന് പറഞ്ഞാൽ ഇത് വെടിനിർത്തലാണ്, ഞങ്ങൾ യുദ്ധമൊന്നും അവസാനിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഇറാൻ നിരന്തരം പരിഹസിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ട്രംപിനെ. അതിനുശേഷം ഇറാന്റെ ഒരു 10 നിർദ്ദേശം ട്രംപിന് മുമ്പിലേക്ക് അവർ വെക്കുന്നു, യുദ്ധം പൂർണ്ണമായി നിർത്തുന്നതിന് വേണ്ടിയിട്ട്. അതിലൊന്ന് ഹോർമിസ് കടലെടുക്ക് ഞങ്ങൾ നിയന്ത്രിക്കും എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യമുണ്ട്, അത് പൂർണ്ണമായി വിട്ടുകൊടുത്തെങ്കിൽ നാളെ ലോകത്തിന്റെ എണ്ണ വിപണി നിയന്ത്രിക്കുന്ന ഇറാനായി മാറും. കാരണം അതുവഴി കടന്നു പോകുന്ന കപ്പലും ടോൾ വെക്കുക, ഇല്ലെങ്കിൽ തടയുകയൊക്കെ ചെറിയ പ്രശ്നമാകും. അപ്പൊ അത് ഉണ്ടാകാൻ സാധ്യതയില്ല, കാരണം അന്താരാഷ്ട്ര നിയമം അനുസരിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. എങ്കിലും അത് അവർ നിർദ്ദേശം വെച്ചിട്ടുണ്ട്. രണ്ടാമത് ഇവിടുന്ന് നിങ്ങളുടെ ഗൾഫ് മേഖലയുള്ള കംപ്ലീറ്റ് സൈന്യത്തെ പിൻവലിക്കണം. 2, 3 ഹിസ്ബുള്ളയോട് നിങ്ങളൊരു ആക്രമണം നിർത്തിവെക്കണം. അത് ഇതൊന്നും പ്രാക്ടിക്കൽ ആകുന്ന ഒരു കാര്യമേ അല്ല. പിന്നെ സമ്പുഷ്ട യുറേനിയം പിടിച്ചെടുക്കാൻ പാടില്ല, അത് ഞങ്ങൾ മുമ്പോട്ട് പോകും, ഞങ്ങളുടെ കാര്യങ്ങളിൽ ആവശ്യമില്ല ഇടപെടും. ഇതിനിടയിൽ ഇന്ത്യ ഇന്നലെ ശ്രീമാൻ S. ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി വളരെ വിശദമായി സംസാരിച്ചു. അതിനെക്കുറിച്ച് ഇന്ത്യ ടുഡേ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചബ്ബാർ തുറമുഖം, അതിനിപ്പോ ഈ മാസം കൊണ്ട് ഏപ്രിൽ അമേരിക്ക നൽകിയ ഇളവ് തീരുക. അപ്പൊ ചബ്ബാർ തുറമുഖം കൂടി ഈ ചർച്ചകളിലോട്ട് കയറ്റി വെച്ചുകൊണ്ട്, അതായത് നമ്മുടെ റഷ്യ, ഇറാൻ, ഇന്ത്യയുടെ ഒരു കോറിഡോർ ഉണ്ട്, നോർത്ത് സൗത്ത് കോറിഡോർ എന്ന് പറഞ്ഞൊരു കോറിഡോർ. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നതാണ്. ആ കോറിഡോറിൽ ഒരു ബോംബിട്ടതൊക്കെ ആ കോറിഡോർ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് ഈ ചബ്ബാർ തുറമുഖം, ഇത് കാരണം കണ്ടല എന്ന് പറയുന്നത് നമുക്ക് ഗുജറാത്തിലെ ഒരു തുറമുഖമുണ്ട്, അതും ഈ ചബ്ബാർ തുറമുഖം തമ്മിൽ 550 നോട്ടിക്കൽ മൈൽ ദൂരം മാത്രമേ ഉള്ളൂ. നമുക്ക് ഏറ്റവും ഈസി വേ ആണത്, പാകിസ്ഥാൻ ടച്ച് ചെയ്യാതെ. അപ്പൊ അതിന് വേണ്ടിയിട്ടൊരു നിർദ്ദേശം മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഒരുപാട് പണം മുടക്കിയിട്ടുള്ളതാണ്, ഈ ബഡ്ജറ്റ് നമ്മൾ അതിന് വകയിരുത്തിയിട്ടില്ല. അതിന് കാരണം ഇതായിരുന്നു യുദ്ധം വരും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു നീക്കം നടത്തിയിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, അക്ഷരാർത്ഥത്തിൽ ഈ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ട ട്രംപ് ശരിക്കും പറഞ്ഞാല് വീണ്ടും വിചാരമില്ലാതെ ഇറങ്ങി പുറപ്പെട്ടതാണ്. ഒന്നും അവരുടെ സഖ്യകക്ഷികൾ പോലും അവരുടെ കൂടെ നിന്നില്ല, ഈ നാറ്റോ സഖ്യകക്ഷികളായാലും യൂറോപ്യൻ രാജ്യങ്ങളായാലും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിയറ്റ്നാം, അഫ്ഗാനിസ്ഥാൻ, ഇറാഖ്, ഇവിടെ നിന്നൊക്കെ ഇവർ എന്തും പറഞ്ഞിട്ടാണ് ഇവർ പിന്മാറിയത്? എന്തിനാണ് ഇവർ പിന്മാറിയത്? ആർക്കെങ്കിലും അറിയാവോ? ഒരു കാരണം വേണമല്ലോ. നമ്മള് ഒരാളെ ആക്രമിക്കുന്നു, അയാളുടെ വസ്തുവകകൾ പിടിച്ചെടുക്കുന്നു, ഞാൻ അവിടെ അധീശത്വം സ്ഥാപിക്കുന്നു, ഒരു സുപ്രഭാതം ഞാൻ എങ്ങനെയാണ് അവിടുന്ന് പിൻവാങ്ങുന്നത്? ഒരു റീസൺ വേണ്ടേ? ഇവർ പറഞ്ഞത് വിയറ്റ്നാം പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞു. 60,000 പട്ടാളക്കാരെ, സൈനികരെ കൊണ്ടുവന്ന് കൊലക്ക് കൊടുത്തു. അവർ മരിച്ച് വെണ്ണീറായി കഴിഞ്ഞപ്പോൾ അവിടുന്ന് തലയെ മരിച്ചുകൊണ്ട് അന്ന് അവർ ഓടി. പിന്നീട് ഇറാഖിൽ വന്നു, ഇറാഖിനെ ഇപ്പൊ സ്വർഗമാക്കുമെന്നും പറഞ്ഞു. ഇപ്പൊ 4-5 പീസാണ് ആ രാജ്യം. അവിടെ നിന്നും സംഭവിച്ചില്ല. അഫ്ഗാനിസ്ഥാനിൽ വന്നു, താലിബാൻ അടക്കമുള്ളവരെ കൊന്ന് കൊലവിളിക്കുമെന്ന് പറഞ്ഞു. ഇന്നിപ്പോ അവരാണ് അവിടെ ഭരിക്കുന്നത്. അതാ പറഞ്ഞത്, ഇപ്പൊ ഇറാഖിൽ നിന്ന് ഇവർ പിൻവാങ്ങിയാലും എന്താണ് ഇവരുടെ ലക്ഷ്യമെന്ന് എന്ത് പറയാൻ പറ്റും? അതിനു വേണ്ടിയിട്ടാണ് ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പറഞ്ഞത്, ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചു, ഞങ്ങൾ അവരുടെ ഭരണകൂടത്തെ ഇല്ലാതാക്കി, അവരുടെ മറ്റേ തകർത്തു, മറിച്ചത് തകർത്തു എന്നൊക്കെ പുള്ളി പറയുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യം, ഇതിന് സമാനമായി തന്നെ ഒരു നീക്കം വേറൊരു വഴിക്ക് നടക്കുന്നുണ്ട്. ചൈന തായ്വാനില് ആഭ്യന്തര സംഘർഷത്തിന് വേണ്ടിയിട്ട് വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അതായത് ഇറാനിൽ എങ്ങനെയാണോ അമേരിക്ക അവിടുത്തെ ആഭ്യന്തരമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ സഹായിച്ചത്, അതിന് സമാനമായ രീതിയിൽ തായ്വാനിൽ ചൈന ശ്രമിക്കുന്നു. അതായത് ട്രംപിന് ഇനി റെസ്റ്റ് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എല്ലാ ഭാഗത്തു നിന്നുള്ളൊരു പ്രഷർ
ഇനി ഏറ്റവും വലിയ പ്രഷർ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ പ്രഷറാണ്, ഗൾഫ് കൺട്രീസിന്റെ. അവരെ സംബന്ധിച്ച് അവർ വലിയ പ്രഷറിലാണ്. അത് മാത്രവുമല്ല, അമേരിക്കൻ കമ്പനി മുമ്പോട്ട് പോകണമെന്നുള്ള ചിന്ത കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ടുണ്ട്. ഇതിനിടയിൽ സംഭവിച്ചൊരു കാര്യം നമ്മളതൊന്നും വാർത്തയാക്കിയിട്ടില്ലായിരുന്നു. കുവൈറ്റ് ഇറാനുമായി കൂടുതൽ സൗഹൃദത്തിന് ശ്രമിച്ചിരുന്നു ഇതിന്റെ ഇടയിൽ, യുദ്ധത്തിനിടയിൽ നിന്നുള്ളതാണ് അതുകൊണ്ടാണ് കുവൈറ്റിന് നേരെ വലിയ ആക്രമണം അവരെ ഇടയ്ക്ക് നിർത്തിവെച്ചിരുന്നു. അപ്പം ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്ന ഗൾഫ് രാഷ്ട്രങ്ങൾ കൂടുതലും ഈ പ്രതിരോധ ആവശ്യങ്ങൾക്കായി മറ്റു രാജ്യങ്ങളെ സഖ്യമോ ഇല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ സഹായമോ ആയുധങ്ങളോ വാങ്ങാൻ സാധ്യതയുണ്ട്. കാരണം അമേരിക്കയുടെ ആയുധങ്ങൾ ഉണ്ടായിട്ടും അവർക്ക് രക്ഷയൊന്നും കിട്ടില്ല, താടും കീടും ഒക്കെ പോയി പലയിടത്തും. അപ്പം ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരുപാട് സാഹചര്യമുണ്ട്. ശരിക്കും പറഞ്ഞാല് അമേരിക്കയിൽ തന്നെ ട്രംപ് വലിയ പ്രതിഷേധം നേരിടുന്നു, വലിയ പണപ്പെരുപ്പം ഉയരുന്നു, അവർക്ക് പെട്രോളിനും ഡീസലിനും വില കൂടുന്ന ഒരു സാഹചര്യം. ഇവിടെ ഇറാന്റെ ഒപ്പം നമ്മൾ ഇതുവരെ ആരും ഇല്ലല്ലോ എന്ന് എനിക്ക് തോന്നുന്നു. ഇന്നലെ ധനുഷനടുത്ത് വിളിച്ച് ചോദിച്ചു, ആരും ഇല്ലേ ഇവരുടെ കൂടെ വരാനെന്ന് ചോദിച്ചു. എന്തായാലും ആ രാത്രി തന്നെ ഐക്യരാഷ്ട്രസഭയില് അമേരിക്കൻ റഷ്യയും അവരുടെ വീറ്റോ പവർ ഉപയോഗിക്കുകയും അതിനെ തടയിടുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ എല്ലാ രാജ്യങ്ങളും അതായത് നിശബ്ദമായി തന്നെ ഇറാന്റെ പിന്നിൽ ഒരു വലിയ സഖ്യം രൂപപ്പെടുന്നു എന്നുള്ള ഒരു തോന്നൽ കൂടിയാണ് ട്രംപിനെ ഇതിൽ നിന്ന് പിൻവലിപ്പിച്ചിരിക്കുന്നത്. കാരണം ട്രംപിന് മനസ്സിലാകുന്നത് ഈ യുദ്ധം നീണ്ടുപോകാൻ കഴിയും. കാരണം ഇറാൻ എല്ലാവരും സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറാൻ ഈ യുദ്ധം എത്രമാത്രം നീട്ടിക്കൊണ്ട് പോയാൽ അമേരിക്ക അഭിമുഖീകരിക്കാവുന്ന വലിയൊരു വിഷയമുണ്ട്. അവർക്ക് ഇപ്പൊ ഈ ടോക്കഹോം എന്നൊക്കെ പറയുന്ന മിസൈലുകൾ ഇപ്പൊ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, ഇസ്രായേലിന്റെ ആയുധങ്ങളും കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇത് ആയുധം കുറഞ്ഞു തുടങ്ങുകയാണ് ഇത് മുതലെടുക്കുന്ന രാജ്യം റഷ്യ ആയിരിക്കും. കാരണം അവർക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഉക്രൈനെയും ഒപ്പം തന്നെ വേണമെങ്കിൽ പോളണ്ട് അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും പട നയിക്കാൻ അവർക്ക് എളുപ്പമാകും. അങ്ങനെ എല്ലാം കൊണ്ടും ട്രംപ് പത്തി മടക്കിയെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇത് അദ്ദേഹത്തിന് ധാർഷ്ട്യത്തിനൊരു കുറവ് വന്നു. സത്യത്തിൽ എന്തിനായിരുന്നു ഇദ്ദേഹം ഈ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടതെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. കാരണം ഇപ്പൊ ഇവർക്ക് ഖമേനിയാണ് കൊല്ലേണ്ടതെങ്കിൽ ഇത്രയും പടപ്പുറപ്പാടിന്റെ ആവശ്യമില്ല, ഇത്ര പണച്ചെലവിന്റെ ആവശ്യമില്ലായിരുന്നല്ലോ. 800ഓളം കപ്പൽ ഇപ്പോഴും ഹോർമസിൽ കുടുങ്ങി കിടക്കുന്ന ഒരു സാഹചര്യം വന്നു. ഇപ്പോൾ ഏതാണ്ട് അവർ ഒതുങ്ങിയിരിക്കുന്നു. ട്രംപ് ആയതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയില്ല ഈ രാത്രിയിൽ എന്താണ് അദ്ദേഹം ചിന്തിക്കുന്നത് എന്നുള്ളത്. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാല് നമ്മൾ പറയുന്നത് മോശമാണെങ്കിൽ പോലും തലയ്ക്ക് വല്ല സുഖമില്ല എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും ഒരു മനുഷ്യന്. ഇങ്ങനെയുണ്ടോ പ്രാന്തന്മാര്? രാത്രിയിലെ ഒരു കാര്യം, വൈകിട്ട് ഒരു കാര്യം, വല്ലാത്തൊരു ഒരു പ്രതിഭാസം തന്നെ. ഒരുപക്ഷെ അമേരിക്കയുടെ ചരിത്രത്തിൽ ഇത്രയും വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്തൊരു പ്രസിഡന്റ് ഇന്ന് വരെ വന്നിട്ടില്ല. യുദ്ധപ്രതിയന്മാരായിരുന്നു ഭൂരിപക്ഷം പേരും, ബുഷിന്റെ മകനും ഒക്കെ അങ്ങനെ അതൊക്കെ തന്നെ ആയിരുന്നു. പക്ഷെ എന്നാലും അവർക്കൊക്കെ വെളിവുണ്ടായിരുന്നു, വിവരം ഉണ്ടായിരുന്നു കുറച്ചൊക്കെ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത്. പക്ഷെ ഇദ്ദേഹം ഇലക്ഷൻ സമയത്ത് പറഞ്ഞതെന്ന് അറിയാം, എന്റെ കാലത്ത് അമേരിക്ക ആരുമായി യുദ്ധത്തിന് പോകത്തില്ല, ഞാൻ സമാധാനപ്രിയനാണ്, ഞാൻ യുദ്ധം വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇദ്ദേഹം കയറിയതിന് ശേഷം എത്ര യുദ്ധമാണ് ഉണ്ടായത്? ഇതൊക്കെയാണ് ഇതിനകത്ത്. എന്നാലും എന്തായാലും നമ്മളിത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ഒരു പടി മുന്നിൽ നിൽക്കുന്നത് ഇറാനാണ്. അതായത് അവരുടെ ഇച്ഛാശക്തിയാണ്, അവരുടെ ആയുധബലമല്ല, ആ രാജ്യത്തിന്റെ ജനങ്ങളുടെയും ഭരണകൂടത്തിന്റെയും ചങ്കുറപ്പ് എന്ന് തന്നെ പറയേണ്ടി വരും. അതാണ് ഈ 15 ദിവസത്തെ വെടിനിർത്തൽ എന്ന് പറയുന്നത്. എത്ര ദിവസം നീണ്ടു നിൽക്കുമെന്നൊന്നും നമുക്കറിയില്ല.